ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ജന്നത്തുൽ ബഖീഇൽ ഒരു ജനാസ ഇറക്കി വെച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നു. ഇതവിടെ നിന്ന് വഫാത്താകുന്നതിൻ്റെ ഏതാനും വിരലെണ്ണാവുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ്. 6-7 ദിവസങ്ങൾക്ക് മുമ്പ് ജന്നത്തുൽ ബഖീഇൽ ഒരു ജനാസ ഇറക്കി വെച്ച് നബി തങ്ങൾ വരുന്നു. വഅന അജിദു സുദാഅൻ ഫീ റഅസി, എനിക്കാണെങ്കിലോ അന്ന് തലവേദനയുണ്ട് എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തലവേദന വലിയൊരു പ്രയാസമുള്ള അസുഖമാണ്. ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ, നമുക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു പോകുന്നൊരവസ്ഥയാണ്. അള്ളാഹു അത്തരം അസുഖമുള്ള മുഴുവൻ ആളുകൾക്കും ഈ സദസ്സിൻ്റെ ഹുർമത്ത് കൊണ്ട് അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅന അഖൂൽ, മൈഗ്രെയിൻ വേദന കൊണ്ട് ഞാനിങ്ങനെ പറയുകയാണ്, എൻ്റെ തലവേദന എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ബൽ അന വാറസാ, ആയിഷ നിങ്ങളുടെ തലവേദന ഞാൻ അനുഭവിക്കുന്നത് പോലെ. ആയിഷ ബീവി, നിങ്ങളുടെ തലവേദന എൻ്റെ തലവേദനയാണ്. ബൽ വാറസാ, ബൽ അന വാറസാ, ബീവി നിങ്ങളുടെ വേദന എൻ്റെ വേദനയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളോട് നബി തങ്ങൾ അങ്ങനെയാണ്, തങ്ങളോട് സ്വഹാബിമാർ അങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് ഒരു ഈത്തപ്പഴം കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരേ ഒരു ഈത്തപ്പഴമേ ഉള്ളൂ. രണ്ടുപേരും വിശന്നിരിക്കുകയാണ്. നബിയെ അങ്ങ് കഴിച്ചോളൂ എന്ന് നബി തങ്ങൾക്ക് നൽകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീന്ത് കിട്ടിയപ്പോൾ പുണ്യ നബി അത് കഴിച്ചപ്പോൾ അതിൻ്റെ മധുരം എൻ്റെ തൊണ്ടയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടേത് സ്വഹാബികൾ അനുഭവിക്കും, സ്വഹാബികളുടേത് തങ്ങൾ അനുഭവിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാറസാ, എൻ്റെ തലയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, തലവേദന കൊണ്ട് പുളയുമ്പോൾ, ബൽ അന വാറസാ, എൻ്റെ തലവേദന ആയിഷ എൻ്റേത്, നിങ്ങളുടേതല്ല, ആ വേദന എൻ്റേതാണ് എന്ന് നബി തങ്ങൾ ഏറ്റെടുക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്നൊരു തമാശ പറഞ്ഞു, മാ ലറക്കി ലൗ മിത്തി ഖബ്ലി, ആയിഷ ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കുമല്ലേ, ഫഗസ്സൽതുകി, നിങ്ങളുടെ ജനാസ ഞാൻ കുളിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, വകഫൻതുകി, ആയിഷ നിങ്ങളെ കഫംപുട പുതക്കുന്നത് ഞാനായിരുന്നെങ്കിൽ, ثم صليت عليك, നിങ്ങളുടെ ജനാസ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിങ്ങളുടെ ജനാസ നിസ്കാരം ഞാൻ ഇമാമായി നിൽക്കുകയും, വദഫൻതുകി, എൻ്റെ ഈ കരങ്ങളാൽ ആയിഷ നിങ്ങളുടെ ജനാസ ഖബറിലേക്ക് വെക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുകയായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും ആയിഷ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തമാശ പറയുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽതു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലക അന്നി ബിക വല്ലാഹ് ലൗ ഫഅൽത ദാലിക്, എനിക്കറിയാം നബിയേ ഞാൻ മരിക്കുകയും എന്നെ കുളിപ്പിക്കുകയും എന്നെ കഫൻ ചെയ്യുകയും എന്നെ ഖബറിലേക്ക് വെക്കുകയും ചെയ്തിട്ട്, ലഖദ് റജഅത ഇലാ ബൈതി, എൻ്റെ റൂം, എൻ്റെ വീട്, ആ വീട്ടിലേക്ക് അങ്ങ് വരികയും, ഫഅറസ്ത ഫീഹി ബിബഅദി നിസാഇകി, ഹഫ്സ ബീവിയെയോ സൈനബ് ബീവിയെയോ സഫിയ ബീവിയെയോ എൻ്റെ കൂടെയുള്ള അങ്ങയുടെ ഭാര്യമാരിൽ വേറെ ആരെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും അങ്ങ് അവരോടൊപ്പം കിടന്നുറങ്ങുകയും ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല നബിയേ, അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് വേണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇത് കേട്ടത്. കാരണം ഇത് വലിയൊരു സ്നേഹമാണ്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി പറയുകയായിരുന്നു, വാ സുഖ്ലയാ, എൻ്റെ നാശമേ, വല്ലാഹി ഇന്നി ലഅദുന്നുക തുഹിബ്ബു മൗതി, ഞാൻ മരിച്ചു പോവണമെന്ന് നബി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? വലൗ ഖാന ദാലിക്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ
ലളലൽത ആഖിറ യൗമിക മുഅർരിസൻ ബിബഅദി അസ്വാജിക, എന്നിട്ട് വേണമല്ലേ നബിയെ അങ്ങേക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ എന്ന് നബി തങ്ങളോട് മറുപടി പറയുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. വതബസ്സമ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ മറുപടി കേൾക്കുന്നത്. കാരണം മരിച്ചുപോയാലും മടങ്ങാത്ത ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്നേഹപ്രകടനമാണത്. ഞാൻ മരിച്ചാലും ഭാര്യമാർക്ക് അങ്ങനെയാണ്, തൻ്റെ ഭർത്താവ് മറ്റൊരു കല്യാണം കഴിക്കരുത് എന്നവർ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. കാരണം അത് സ്നേഹമാണ്. ഞാൻ മരിച്ചു പോയാലും എനിക്ക് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അത് മരണപ്പെട്ടു കഴിഞ്ഞാലും തുടരേണ്ട ഒരു സ്നേഹം എന്നെ ഓർക്കാതാകുമോ, എന്നെ മറന്നു പോകുമോ, എന്നോടുള്ള സ്നേഹം മറ്റാരിലേക്കെങ്കിലും ഡൈവേർട്ടായി പോകുമോ എന്ന് തോന്നുന്ന ഭയപ്പാടുകൊണ്ട് ആ സ്നേഹപ്രകടനത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം